നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ എട്ടാമത്തെ പുതിയ തിയേറ്ററാണ് തുറന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ സ്ഥാപനമായ ആശീർവാദ് സിനിപ്ലെക്സ് കൊല്ലം കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിൽ 3 സ്ക്രീനുകളിൽ ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്ന സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ പുതിയ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ ആശീർവാദ് സിനിപ്ലെക്സ് വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുടെ കാര്യത്തിൽ ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള ബ്രാൻഡ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. കാര്യം ഓരോ ആഴ്ചയിലും ഓരോരോ പുതിയ തിയേറ്റർ ബ്രാൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തിയേറ്ററുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആശീർവാദ് സിനിപ്ലെക്സ്, നമ്മുടെ ലാലേട്ടന്റെ തിയേറ്റർ എന്ന് പറയുമ്പോഴേ ഈ ആശീർവാദ് സിനിപ്ലെക്സ് ആരുടെ പേരിലാണെന്ന് അറിയാലോ, നമ്മുടെ മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ ചേട്ടന്റെ പേര് തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ലാലേട്ടന്റെ തിയേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8ാമത് തിയേറ്റർ തുറന്നു. എവിടെയാണ് തുറന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് അറിയായിരിക്കും. യെസ്, നമ്മുടെ കൊല്ലം ജില്ലയിലാണ് തുറന്നിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ തിയേറ്റർ തുറക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫൈനലി ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പുതിയ തിയേറ്റർ തുറന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് ടിക്കറ്റ് വിറ്റ് തീർക്കുന്ന ഒരു തിയേറ്ററായിട്ട് നമ്മുടെ ഈ ഒരു ആശീർവാദ് സിനിപ്ലെക്സ് കൊട്ടിയം മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതും മികച്ച സിനിമകൾ വരണം കേട്ടോ. മികച്ച സിനിമകൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന തിയേറ്ററായിട്ട് ഇത് ഭാവിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സ്ഥലം തന്നെയാണ്, കൊട്ടിയം തന്നെയാണ്. ഞാൻ ഇനി സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത്രയും തിരക്കാണ് ആ ഒരു ഏരിയയിലുള്ളത്. മാത്രവുമല്ല, ആ ഒരു ഏരിയയിൽ കുറേ വർഷങ്ങളായിട്ട് ഒരു തിയേറ്റർ ഇല്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ, മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ ആ ഒരു കാര്യം അങ്ങോട്ട് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിയോ, മികച്ച സിനിമകൾ വരുന്ന സമയത്ത് ആശീർവാദ് സിനിപ്ലെക്സ് കൊട്ടിയം ഒരു മികച്ച ഫാസ്റ്റ് ഫില്ലിംഗ് തിയേറ്ററായിട്ട് മാറും. ഇനി നമുക്ക് നേരെ തിയേറ്ററിനകത്തേക്ക് കടക്കാം. തിയേറ്ററിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ മുമ്പ് കുറേ വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൊത്തം 3 സ്ക്രീനാണ് നമ്മുടെ ഈ ഏറ്റവും പുതിയ ആശീർവാദ് സിനിപ്ലെക്സ് കൊട്ടിയത്തിൽ വരുന്നത് കേട്ടോ. ഈ 3 സ്ക്രീനിന്റെയും കാര്യം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ അവിടെ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സീറ്റ് തന്നെ ആയിരിക്കും. കാര്യം വളരെ ഗംഭീരമായിട്ട് നല്ല കുഷനോട് കൂടി സീറ്റാണ് ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ തിയേറ്റർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാജിക് ഫ്രെയിംസിന്റെ കുറച്ച് തിയേറ്ററുകൾ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ മിക്കവാറും ഇപ്പോൾ ഇറങ്ങുന്ന ഒരു വിധപ്പെട്ട എല്ലാ തിയേറ്ററുകളിലും കൊടുക്കുന്നത് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു മോഡലാണ്. നമ്മൾ പണ്ട് രേവതി സിനിമാക്സിലൊക്കെ ആയിരുന്നു ഈ ഒരു സീറ്റിന് ഒരു തുടക്കം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം ഇതൊരു വലിയ ട്രെൻഡായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വീതി കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല കുഷനിങ് ആണ്, നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഇരുന്ന് സിനിമ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലിയ സ്ക്രീനായിട്ടുള്ള ഓഡി 1-നകത്തേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ മൊത്തം അവിടെ 177 സീറ്റാണ് വരുന്നത്. ഈ പ്രൊജക്ഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യത്തിലും ആശീർവാദ് സിനിപ്ലെക്സ് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ഷനാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓഡി 1-ൽ പോയിട്ട് സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധാരണ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ പോകുന്ന സമയത്ത് സ്ക്രീനിന്റെ വലിപ്പം താരതമ്യേന കുറവായിരിക്കും. അത് പല ആൾക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു ഓഡി 1-ന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ മികച്ച ഒരു സ്ക്രീൻ സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗംഭീര പ്രൊജക്ഷനും സൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായാലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിലാണ്. ഇവിടുത്തെ മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 180 രൂപയാണ്. അപ്പോൾ കൊട്ടിയം പോലൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ എന്തായാലും 180 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണോ? പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ നിന്ന് വണ്ടി പിടിച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ രേവതി സിനിമാക്സ് ഉള്ളത്. അവിടുത്തെ കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഏറ്റവും ടോപ്പ് പ്രൊജക്ഷനും ടോപ്പ് സൗണ്ട് ഫോർമാറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു തിയേറ്ററാണ്. അവിടെ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഡി 1-ന്റെ കാര്യം നോക്കുവാണെങ്കിൽ 150 രൂപയാണ്. പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 30 രൂപ കൂടുതലുണ്ട്. 180 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മികച്ച സിനിമകൾ, അതായത് സൗണ്ടിനും വിഷ്വലിനും ഒക്കെ പ്രാധാന്യമുള്ള മികച്ച സിനിമകൾ വരുന്ന സമയത്ത് ഈ ഒരു ഓഡി 1 തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് നേരെ ഓഡി 2-ലേക്ക് പോകാം. ഓഡി 2-ന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ താരതമ്യേന ഈ 3 സ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സ്ക്രീനാണ്. 107 സീറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 4K പ്രൊജക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K പ്രൊജക്ഷൻ അല്ല, 2K പ്രൊജക്ഷൻ ആണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് അല്ല, ഡോൾബി 7.1 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2K ഡോൾബി 7.1-ന് ഈ ഒരു സ്ക്രീനിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 180 രൂപയാണ്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമല്ലേ? ഒന്നുമില്ലെങ്കിലും 4K ഡോൾബി അറ്റ്മോസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ടിക്കറ്റ് ചാർജ് കുറച്ചുകൂടെയും അതൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്.
പിന്നെ നിങ്ങൾ സൗണ്ടും വിഷ്വലും ഒക്കെ നോക്കിയിട്ട് സിനിമ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു OD2 പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പറ്റുവാണെങ്കിൽ മാക്സിമം OD1 തന്നെ കാണാൻ ശ്രമിക്കുക. സ്ക്രീൻ സൈസിന്റെ കാര്യമാണെങ്കിലും സ്പെക്കിന്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് OD2 അത്ര അങ്ങോട്ട് പ്രിഫറബിൾ അല്ല. സാധാരണ വരുന്ന സിനിമകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ക്രീനായിട്ടാണ് നമുക്ക് ഇതിനെ പരിഗണിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി OD3യിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും അത്യാവശ്യം ഡീസന്റ് നമ്പർ ഓഫ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 169 സീറ്റാണ് വരുന്നത്. ഇവിടെയും 2K പ്രൊജക്ഷൻ തന്നെയാണ്, പക്ഷേ ഡോൾബി അറ്റ്മോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ 2 സ്ക്രീൻ ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഡോൾബി 7.1 ആണ് വരുന്നത്. ഈ പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു സ്ക്രീൻ മാത്രമാണ് 4K വരുന്നത്. പിന്നെ ഈ 3 സ്ക്രീൻ്റെയും മിനിമം ടിക്കറ്റ് ചാർജ് നോക്കുമ്പോൾ 180 രൂപയാണ്. അവർ ഈ സ്ക്രീൻ 2ഉം അതുപോലെ സ്ക്രീൻ 2 ഒന്ന് റേറ്റ് കുറച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ, ഇന്നാണ്, അതായത് ഓഗസ്റ്റ് 17-നാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നത്. ഇതിപ്പോൾ ലാലേട്ടൻ്റെ തിയേറ്റർ ആണല്ലോ, അവിടെ അവർ ഇട്ടിരിക്കുന്നത് അവിടുത്തെ OD3-ലാന്ന് തോന്നുന്നു, 2K ഡോൾബി അറ്റ്മോസിലാണ് ഇപ്പോൾ അവർ ഈ ഒരു സിനിമ ഇട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്തൊരു സിനിമ അവർ ഇട്ടേക്കുന്നത്, ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററിൽ അവർ ഇട്ടേക്കുന്നത് 2Kയിലാണ്. ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഷോ, ഒരുപാടൊന്നും വേണ്ട, ഒരു ഷോ അവർക്ക് ആ ഒരു 4K ഡോൾബി അറ്റ്മോസിലേക്ക് ഇടായിരുന്നു. ഇത്രയൊക്കെ കുറേയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയത്. എന്നിട്ട് ഇത് 2Kയിലേക്ക് ഇട്ടത് മോശമല്ലേ? അതൊന്ന് ഒരു ഷോ, അറ്റ്ലീസ്റ്റ് ഒരു ഷോ എങ്കിലും നാളെ സൺഡേയിലേക്കെങ്കിലും ഒന്ന് ഇട്ടായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ മൊത്തം തിയേറ്ററുകൾ, ആന്റിപ്പെരുമ്പാവൂർ ചേട്ടൻ്റെ മൊത്തം തിയേറ്ററുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു തിയേറ്ററും കൂടെ ചേർത്ത് 8 തിയേറ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 8 തിയേറ്ററിലും കൂടെ മൊത്തം 27 സ്ക്രീനാണ് നമ്മുടെ ഇവരുടെ ഒരു അണ്ടറിൽ, ആശീർവാദ് സിനിപ്ലെക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മാജിക് ഫ്രെയിംസ് ആണോ മുന്നിൽ നിൽക്കുന്നത്, അതോ ആശീർവാദ് സിനിപ്ലെക്സ് ആണോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേരെ.